വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ പണിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഒരു പഴയ പാൻറ്റിലെ നമ്മളെ പഴയ തുണിയെല്ലാം ഒന്ന് കളയാൻ വേണ്ടി വെച്ചതാണ്. ആ പാൻറ് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ചില്ലറ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടൊന്ന് കാണാം, കൂട്ടത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ ഈ സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്തു വിടുന്ന കുട്ടികളൊക്കെ ഉള്ളവർ അമ്മമാർക്ക് ആണെങ്കിൽ അവർ ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും രാവിലെ അവർക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു പരിപാടി, അല്ലെ ലഞ്ച് തയ്യാറാക്കി കൊടുക്കുന്ന ലഞ്ച് കെട്ടി കൊടുക്കുന്നത് വരെയുള്ള ആ ഒരു ടാസ്ക്. നാളെ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടേക്ക് രാത്രി ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുക. അപ്പൊ ആമിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതായത് എന്റെ മോക്ക് ഇതുപോലുള്ള എന്താ പറയാ തമിഴ്നാട് സ്റ്റൈലിലെ ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ഈ ചോറും കറിയും ഒഴിച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇതുപോലുള്ള തക്കാളി സാദം, തൈര് സാദം, ലെമൺ സാദം ഇങ്ങനെയുള്ള ഐറ്റംസിനോടാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അവളെപ്പോഴും ഇതുപോലുള്ള ഫുഡേ കഴിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ തക്കാളി ചോറാണ് ഉണ്ടാക്കിയത്, നമ്മളെ തക്കാളി സാദം ഉണ്ടാക്കിയത്, കൂടുതൽ മുട്ടയും. അങ്ങനെ ആമിക്കുട്ടിയെ ലഞ്ചൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ വീട്ടിൽ വന്ന് നമ്മളെ വീട്ടില് അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചക്കേക്ക് എനിക്ക് വേണ്ടുന്ന ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിവിടെ വേസ്റ്റ് ആക്കിയിട്ട് കുറെ തുണി ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നുണ്ട്, കുറെ കളയാനുള്ളതുണ്ട്, കുറെ മടക്കി വെക്കാനുള്ളത്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കളയാൻ വേണ്ടി വെച്ചൊരു പാൻറ്റായിരുന്നു ഇത്. ഞാൻ കൂടുതൽ ഇട്ടിട്ടില്ല, പക്ഷേ ഈ പാൻറ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് 2 പ്രാവശ്യം അലക്കുമ്പോഴേക്കും അതിന്റെ ഇലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞു പോയി. അപ്പൊ ലെഗിങ്സ് ഒന്നും സാധാരണ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല. ഞാനത് ഈ ഒരു തുണി അതിൽ ഇട്ടുപോയി, 2 പ്രാവശ്യം ഞാൻ ഇട്ടുപോയി. അപ്പൊ അതിനുശേഷം കിട്ടിയൊരു പണിയായത്, ഇലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞു പോയി. അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ പ്രിന്റിന്റെ കളറൊന്നും പോകാത്ത പോലത്തെ നല്ലൊരു മെറ്റീരിയൽ, നല്ല പ്രിന്റിങ്ങും, കാണാൻ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു പാൻറ്റാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് പുറത്ത് പോകുമ്പോൾ വേണമെങ്കിലും നല്ല നീറ്റിലൊന്ന് അടിച്ചെടുത്താൽ ജീൻസിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാൻറ്റിൽ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു തുണി തികയോ എന്നുള്ളത്, കാരണം പാൻറ്റിന്റെ തുണി കുറവായിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അതിന്റെ തുന്നൊക്കെയാണ് 2 സൈഡിലുള്ള തുന്നു മാത്രം ഒന്ന് അയച്ചു കൊടുത്തു. തുന്നു കഴിക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ, കൈ വെച്ചിട്ട് തുന്നി കഴിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് കത്രിക വെച്ച് തന്നെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ തുന്നി 2 അയച്ചെടുത്തു കേട്ടാ. തുന്നയച്ചപ്പോൾ സംഭവം നല്ല വീതിയുള്ള ഒരു തുണി തന്നെ കിട്ടി. അതായത് ഒരു വശത്തേക്ക് വേണ്ടുന്ന ഒരു പാൻറ്റിന് ഫ്രണ്ട് ഭാഗത്തേക്കും, മറ്റേ കാലിന്റെ ആ ഒരു പാൻറ്റിന്റെ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗവും, മറ്റേ കാലിന്റെ ഭാഗം ബാക്ക് സൈഡിൽ ഇടാൻ മാത്രമുള്ള തുണി ഇങ്ങനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു തുണി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രിന്റിങ് ഇങ്ങനെ ഒരു ആനേന്റെ പോലത്തെ പ്രിന്റിങ് അല്ലേ, അത് ഞാൻ കുത്തനെ ഇങ്ങനെ മടക്കിയിട്ട് നോക്കുമ്പോൾ ആ ആന ഇങ്ങനെ കുത്തനെ താഴേക്ക് വീഴുന്ന പോലെയുള്ളത്. അപ്പൊ വീതിയിൽ തന്നെ മടക്കിയിട്ട് എടുത്തു. അതാകുമ്പോൾ അത്യാവശ്യം നല്ല വീതിയിൽ കിട്ടുകയും ചെയ്യും. ഞാൻ അങ്ങനെ സ്ലീവ് വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ സ്ലീവെല്ലാം ഇതിന്റെ ഒരുമിച്ച് തന്നെ, സ്ലീവിനായിട്ട് പ്രത്യേകിച്ച് കട്ടിങ് ഒക്കെ കൊടുത്ത് സ്ലീവ് വേറെ തന്നെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊന്നും ആക്കുന്നില്ല. സിമ്പിൾ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോൾ നീട്ടി അങ്ങ് എടുത്തു. ഞാൻ ആം ഹോൾ അല്ല, നമ്മള് ഷോൾഡർ മാറിപ്പോറേ, ഷോൾഡർ ആണ്. ഷോൾഡർ ഞാൻ 6 ഇഞ്ച് എടുത്തു. 6 ഇഞ്ചിന്റെ കൂടെ പ്ലസ് ഒരു 6 ഇഞ്ചും കൂടി അങ്ങ് എടുത്തിട്ട് 12 ഇഞ്ചിൽ ഷോൾഡർ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ സ്ലീവ് കൂടി അതിന്റെ കൂടി അങ്ങായി. ഒരു കാരണവശാലും പെന്ന് വെച്ചിട്ട് തുണിയിൽ മാർക്ക് ചെയ്യാറേ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണ കാര്യമാണ്. ഞാൻ പിന്നെ എന്റെ ചോക്കെങ്ങും പരതിയിട്ട് കാണാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു ഇതിനു വേണ്ടി മാത്രം പെണ്ണ് എടുത്തതാണ്. ചോക്കിന് വേണ്ടി പരതി സമയം കളയാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മോളുള്ളതുകൊണ്ടുണ്ടല്ലോ, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇവളും എടുത്തിട്ട് അതിങ്ങനെ കളിക്കാൻ തുടങ്ങും. പിന്നെ ഞനക്ക് വെച്ച സ്ഥലം എവിടെയുള്ളത് എന്നുള്ള അനക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പെന്നുകൊണ്ട് തുണിയിൽ മാർക്ക് ചെയ്യാൻ പാടില്ല, ചോക്ക് വെച്ച് മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ നമ്മുടെ മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഞാൻ നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഒരു ഷേപ്പിലങ്ങ് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അതായത് സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മള് റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെ കിട്ടുന്ന ആ ഒരു സ്ലീവിന്റെ ആ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മൾ സ്ലീവ് കിട്ടും. അങ്ങനത്തൊന്നും എന്താ പറയാ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തതാണെന്നും തിരിയൊന്നുമില്ല. കാരണം അതാണ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സ്ലീവ് ഞാൻ ഷോൾഡർ കൂട്ടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെടുക്കുന്ന ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു പാൻറ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ്